ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈസിയായി ഒരു അണ്ടർസ്കേർട്ട് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. 3 പാനലായിട്ടുള്ള ഒരു അണ്ടർസ്കേർട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മീറ്റർ കോട്ടൻ്റെ തുണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ തുണി എങ്ങനെയാണ് മടക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു തുണിയാണെങ്കിൽ ഈ തുണിയുടെ സെൻറ്ററിൽ നിന്ന് രണ്ടായി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. സാധാരണ ഡ്രസ്സൊക്കെ കട്ട് ചെയ്യുമ്പോൾ 4 ലെയറായിട്ടാണ് തുണി മടക്കിയെടുക്കാറുള്ളത്. ഇതിപ്പോൾ 2 ലെയറായിട്ടാണുള്ളത്. ഇവിടെ ഫോൾഡിങ് വരുന്ന ഭാഗമാണ്. ഇനി അളവുകൾ മാർക്ക് ചെയ്യാം. ഞാൻ 36 ലെങ്ത്തുള്ളൊരു അണ്ടർസ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 36ൽ നിന്ന് 2 ഇഞ്ച് ബെൽറ്റിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്യാം. അപ്പോൾ 34 ഇഞ്ചാണ്. ഇതിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമുക്ക് ആഡ് ചെയ്യണം. 1 ഇഞ്ച് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും 1/2 ഇഞ്ച് ബെൽറ്റിൻ്റെ പാർട്ടുമായി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ബോട്ടം പാർട്ടിൻ്റെ ലെങ്ത്ത് 35.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ അണ്ടർസ്കേർട്ടിൻ്റെ അരവണ്ണം 42 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പകുതി 21 ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അതായത് ഈ തുണി 2 ലെയറായിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി എടുത്താൽ മതി. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന അണ്ടർസ്കേർട്ട് 3 പാനലുള്ളൊരു അണ്ടർസ്കേർട്ടാണ്. അപ്പോൾ ഈ 21നെ നമുക്ക് 3 പാർട്ടാക്കി എടുക്കാം. അപ്പോൾ 21ൻ്റെ 3 പാർട്ടാക്കിയാൽ 7 ഇഞ്ചാണ് കിട്ടുന്നത്. അണ്ടർസ്കേർട്ടിൻ്റെ ഫസ്റ്റ് പാനലിൽ മുകളിൽ നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം. 1/4 ഇഞ്ച് വീതം 2 സൈഡിലും ഉള്ള പീസുമായി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെയും 1/2 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അണ്ടർസ്കേർട്ടിൻ്റെ ഫസ്റ്റ് പാനൽ ഇതാണ്. ഇനി സെക്കൻഡ് പാനൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴെ 1.5 ഇഞ്ചും. തേർഡ് പാനലിൻ്റെ താഴെ 10.5 ഇഞ്ചും മുകളിൽ 1.5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ 3 പാനലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബാക്കി വരുന്ന തുണിയിൽ നിന്നാണ് ബെൽറ്റ് പാർട്ടും പാവാടയുടെ വള്ളിക്ക് വേണ്ടിയിട്ടുള്ള തുണിയും കട്ട് ചെയ്തെടുക്കുന്നത്. 3 പാനലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പാനലിനെ താഴ്ഭാഗം മുകളിലേക്കാക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുകളിൽ ടോട്ടൽ 21 ഇഞ്ചാണ് കിട്ടുന്നത്. ബെൽറ്റ് പാർട്ടിൻ്റെ വിഡ്ത്താണ് 21 ഇഞ്ച്. ടോട്ടൽ 6 പാനലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ബെൽറ്റ് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അരവണ്ണം കിട്ടിയിരുന്നത് 21 ഇഞ്ചാണ്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം. രണ്ടറ്റവും മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 22 ഇഞ്ചാണ് ബെൽറ്റിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത്. ബെൽറ്റ് പാർട്ടിൻ്റെ വീതി 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിന് കൂടെ 1/2 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം. ബോട്ടം പാർട്ടുമായി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയായിരിക്കും ബെൽറ്റ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇതിനെ നമ്മൾ രണ്ടായി ഇതുപോലെ മടക്കിയെടുക്കും. അപ്പോൾ 2 ഇഞ്ചാണ് ഒരു സൈഡിൽ വരുന്നത്. ഇനി പേപ്പറിൽ ചെയ്ത പോലെ തുണിയിൽ ചെയ്തെടുക്കണം. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പറിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തുണിയിലൊന്ന് ചെയ്തെടുക്കാം. ആദ്യം ബോട്ടം പാർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 35.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി 3 പാനലും പേപ്പറിൽ ചെയ്ത പോലെ മാർക്ക് ചെയ്യാം.
ഇതിപ്പോൾ 3 പാനലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്യാം. ടോട്ടൽ 6 പീസാണിതുള്ളത്. ഇനി ബെൽറ്റ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്യണം. ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നിന്നാണ് മാർക്ക് ചെയ്ത് തുടങ്ങേണ്ടത്. ബെൽറ്റിൻ്റെ വീതി 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ബെൽറ്റിൻ്റെ ലെങ്ത്ത് 22 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടറ്റവും ആദ്യം ഒരു 1/4 ഇഞ്ചും പിന്നീട് ഒരു 1/4 ഇഞ്ചും ഇതുപോലെ മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റോങ് സൈഡ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നീളത്തിലാണ് മടക്കിയെടുക്കുന്നത്. ഇനി അണ്ടർസ്കേർട്ടിൻ്റെ വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വിഡ്ത്തും 36 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിനെ 1/4 ഇഞ്ച് വീതം 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മടക്കി സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഒന്നുകൂടെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പാവാടക്ക് വേണ്ടിയിട്ടുള്ള വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ഓരോ പാനലും ജോയിൻ ചെയ്തെടുക്കണം. ഈ പാനലിൽ 7 ഇഞ്ച് വരുന്ന ഭാഗവും മറ്റേ പാനലിൻ്റെ 7 ഇഞ്ച് വരുന്ന ഭാഗവും ഒരുമിച്ച് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പാനൽ രണ്ടാമത്തെ പാനലുമായി ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം. 2 പാനലിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ 3 പാനലും ജോയിൻ ചെയ്തെടുത്തു. ഇതുപോലെ ബാക്ക് പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻ ചെയ്തെടുക്കാം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഒരു സൈഡിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്യാപ്പ് വിട്ട ഭാഗം റോങ് സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബെൽറ്റ് പാർട്ടും ബോട്ടം പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. ഇതിന് ബെൽറ്റ് പാർട്ടിൻ്റെ ചീത്തവശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കാം. ബോട്ടം പാർട്ടിൻ്റെ നല്ല വശത്ത് ബെൽറ്റ് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോട്ടം പാർട്ടും ബെൽറ്റ് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല വശത്തിലൂടെ നമുക്ക് ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അണ്ടർസ്കേർട്ടിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ചീത്ത വശത്തേക്ക് 1/2 ഇഞ്ച് ആദ്യം മടക്കി പിന്നീട് 1/2 ഇഞ്ചും കൂടെ മടക്കി ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ അണ്ടർസ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അണ്ടർസ്കേർട്ടിൻ്റെ വള്ളി പിൻ ഉപയോഗിച്ച് ഈ ഹോളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. വളരെ ഈസിയാണ് അണ്ടർസ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.